എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചെറുപ്പക്കാർ ഓരോ കാലഘട്ടത്തിലും സമൂഹത്തിന് ഓരോരോ പുതിയ വാക്കുകൾ കൊടുക്കും. പല വാക്കുകളും ഡിക്ഷണറിയിൽ ഇല്ലാത്തത് അവരുടേതായ സംഭാവന ആയതുകൊണ്ടാണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന ചില വാക്കുകൾ ചെത്തെന്ന് പറയും, വീസെന്ന് പറയും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രായമുള്ളവർക്ക് അവർ ഷിബു എന്ന് പേരിട്ടു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഷിബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമുള്ളവരാണെന്ന് അവർക്കറിയാം, നമുക്കറിയത്തില്ലല്ലോ. പിന്നെ ഈ അടുത്ത കാലത്തൊരു പുതിയ വാക്ക് കേൾക്കുന്ന വൈബ്, അതും തന്ത വൈബ്, തള്ള വൈബ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ എനിക്ക് അത്ര അങ്ങോട്ട് പിടികിട്ടിട്ടില്ല. ഇനി പിള്ളേരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഇനി ഏറ്റവും പുതുതായിട്ട് പൊതുവേ ഉള്ള ഒരു ഡിക്ഷണറിയിൽ ഇല്ലാത്തതുമായ ഒരു വാക്കാണ് അന്തംസ്. അന്തംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്, ഈ അടുത്ത കാലത്ത് ഞാൻ പലരോടും ചോദിച്ചപ്പോഴാണ് എനിക്കിത് മനസ്സിലാകുക. അന്തം സങ്ങി, അന്തം കൊങ്ങി, അന്തം കമ്മി എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പിന്നീട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് വെറും അടിമകൾ, ആരെന്നാ കാണിച്ചാലും ഒന്നും മനസ്സിലാകാത്ത, എല്ലാം ഒന്നും മനസ്സിലാകാതെ ഇതിനെയെല്ലാം ന്യായീകരിക്കുന്ന ആളുകളാണ് ഈ അന്തംസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. അന്നേരം ഞാൻ ഓർത്തത് ഈ അന്തംസ് എന്ന് പറയുന്ന സാധനങ്ങൾ രാഷ്ട്രീയത്തിൽ മാത്രമുള്ളതാണ്. പക്ഷേ ഇപ്പം മനസ്സിലായി ഈ അന്തംസ് എന്ന് പറയുന്ന സാധനം കൂടുതലുള്ളത് രാഷ്ട്രീയത്തിനേക്കാളും കൂടുതലുള്ള മതത്തിലാണ്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിലും മതത്തിലും കൂടെ ചേർന്ന അന്തംസ്, കാരണം ഇപ്പം വന്ന് രാഷ്ട്രീയത്തിൽ മതമില്ലെന്നൊക്കെ അവർ പറഞ്ഞാൽ പോലും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം തന്നെ മതമായിപ്പോയല്ലോ. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം തന്നെ മതമായപ്പം ഈ അന്തംസ് മതക്കാരുടെ, ഈ അന്തംസ് രാഷ്ട്രീയക്കാരോടെ ചേർന്നപ്പോഴത്തേനും ഒരു വല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ നാടായി. അപ്പോൾ ഈ അന്തംസ് രാഷ്ട്രീയക്കാരും അന്തംസ് മതക്കാരോടെ ചേർന്ന് ഭരണഘടന അനുവദിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പം അതിനെ മത തീവ്രവാദം എന്ന് പറയേണ്ടി വരും. ഇത് ഒരു ഭാഗം. ഇനി ക്രിസ്ത്യാനിത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്, ആ വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ അനുയായി എന്നാണ്. ഇനി ഇതെല്ലാം ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഞാൻ ഈ ചാനൽ എന്താ ഇത് പറയുന്നത് ചോദിച്ചാൽ, ഈ ബൈബിളിനകത്ത് പറയുന്നു, യേശുവിൻ്റെ അവസാന കൽപ്പന പറയുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിച്ചിട്ട് അത് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം, ശിഷ്യരാക്കണം, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെ അവരെയും പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ യേശുവിനെ അവസാനം ക്രൂശിത്തറച്ച് കൊല്ലാൻ പിടിക്കുന്നത് ഗത്സമൻ എന്ന് പറഞ്ഞൊരു തോട്ടത്തിൽ വെച്ചാണ്. ആ തോട്ടത്തിൽ വെച്ച് പിടിക്കുമ്പം യേശുവിൻ്റെ ശിഷ്യന്മാർ തടയാൻ വേണ്ടി ചാടി വീണപ്പം ഒരുത്തനൊരു വാളെടുത്ത് ഒരു വെട്ട് വെച്ച് കൊടുത്തു ഒരാൾക്കിട്ട്. പക്ഷേ യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഈ ലോകത്തിൽ നിന്നുള്ളതല്ല. ചില ബൈബിളിൽ എഴുതിയേക്കുന്നത് ഐഹികമല്ല, ഈ ലോകത്തിൽ നിന്നുള്ളതല്ല എന്നാണ്. അതുകൊണ്ട് എൻ്റെ രാജ്യം ഇവിടെ നിന്നുള്ളതല്ലാത്തത് കൊണ്ട് നിങ്ങളങ്ങനെ പോരാടണമെന്ന് പറഞ്ഞു. അതിനുശേഷം യേശു മരിച്ച് ഉയർത്ത് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ കൊടുത്ത കൽപ്പന എന്ന് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു, ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കണം. സുവിശേഷം എന്നതിന് ഇംഗ്ലീഷ് വാക്ക് ഗുഡ് ന്യൂസ്. എന്താ ഗുഡ് ന്യൂസ്? ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും പറയുന്നു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം മനുഷ്യൻ തന്നെ ചെയ്യണം. ഈ പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് ആ പുരോഹിതന്മാരെ എല്ലാ മതങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ സുവിശേഷം എന്നത് പറയുമ്പോൾ ഒരുവൻ യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ, യേശുവിൻ്റെ കാൽവരി മരണത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, ആ കാൽവരി കുരിശിലൂടെ തൻ്റെ ശരീരത്തിൽ നിന്ന് ചിന്തപ്പെട്ട രക്തവും ആ യാഗവും മൂലം അവനെ ദൈവനീതിമാനായി കാണുന്നു എന്ന പുതിയ വിശേഷം, അതുമായി ബന്ധപ്പെട്ട് ബൈബിളിലുള്ള കാര്യങ്ങൾ ദേശം മുഴുവൻ പ്രസംഗിക്കുക എന്നതാണ് സുവിശേഷത്തിൻ്റെ പരിധിയിലുള്ളത്. ഇപ്പം ഞാനിത് പക്ഷേ ഇത്രയും പറഞ്ഞത്, ഛത്തീസ്ഗഡിൽ നിന്ന് പിടിക്കപ്പെട്ട കന്യാസ്ത്രീകൾ തികച്ചും നിരപരാധികളാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സുവിശേഷം അറിയിച്ച് വടക്കേണ്ടിയെ പോയി പ്രസംഗിക്കുന്നത് ഒരു കാരണവശാലും മിഷൻ അച്ഛന്മാരോ മിഷൻ കന്യാസ്ത്രീമാരോ അല്ല. കാരണം അവർക്ക് ഈ സംഭവം എന്നാന്ന് അറിയത്തു പോലുമില്ല. ഇപ്പോൾ ഇതറിയാവുന്ന ആർക്കാന്ന് ചോദിച്ചാൽ പാസ്റ്റർമാർക്കാണ്. ഇതറിഞ്ഞിട്ട് ഇതിനനുസരിച്ചുള്ള പ്രസംഗമായിട്ട് അവിടെ പോകുന്നത് പാസ്റ്റർമാരാണ്. എന്നാൽ കന്യാസ്ത്രീമാർക്ക് ഇത് അറിയത്തുമില്ല, അച്ഛന്മാർക്കും ഇതറിയത്തില്ല, അവരിതൊരിടത്തും പോയി പ്രസംഗിക്കാറുമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ സുവിശേഷം പ്രസംഗിക്കുന്നവർ ചെയ്യാത്തതും ഈ അച്ഛന്മാരും കന്യാസ്ത്രീമാരും ചെയ്യുന്നതുമായ ഒരു കാര്യമുണ്ട്. ഈ സുവിശേഷത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലങ്ങൾ എന്നൊക്കെ പറയുന്ന സ്നേഹം, സഹനം, സേവനം, സമർപ്പണം, സഹാനുഭൂതി, കരുണ, ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. ഇതിനെയൊക്കെ ഫലങ്ങളെന്ന് പറയുന്ന ആത്മാവിൻ്റെ ഫലങ്ങളെന്നൊക്കെയാണ് ബൈബിളിനകത്ത് എഴുതിയേക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇത് പ്രസംഗിക്കുന്നില്ലെങ്കിലും ഈ അച്ഛന്മാരിലും കന്യാസ്ത്രീമാരിലുമാണ്, ഈ മിഷൻ അച്ഛന്മാരിലും കന്യാസ്ത്രീമാരിലുമാണ് ഭൂരിപക്ഷം പേരിലും ഇതുള്ളത്. ഞാൻ പറയുന്നത് പ്രസംഗിക്കുന്ന പാസ്റ്റർമാരിൽ 90% ഇതില്ല, അവർ പ്രസംഗം മാത്രമേ ഉള്ളൂ.
പ്രസംഗിച്ച് എവിടെയെങ്കിലും 10 ആടിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ 10 ആളുകളെ കൂട്ടിയിട്ട് അവരെ കൂട്ടി ഒരു കെട്ടിടത്തിൽ കയറ്റി ഇരുത്തി അതിനകത്തുനിന്ന് ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കി എൻ്റെ സാമ്രാജ്യം എന്നുള്ള രീതിയിൽ പോകുന്നതല്ലാതെ ഈ പറഞ്ഞ സ്നേഹവും സഹനവും സേവനവും സമർപ്പണവും സഹാനുഭൂതിയും കരുണയും ഒന്നും അവരുടെ ഭാഗത്ത് കാണാറില്ല. എന്നാൽ ഇത് പ്രസംഗിക്കുന്നില്ലെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് ഈ സ്നേഹം, സഹനം, സേവനം, സമർപ്പണം, സഹാനുഭൂതി, കരുണ, ഇതെല്ലാം ഉള്ളത് 90% ഈ മിഷൻ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന അച്ഛന്മാരിലും കന്യാസ്ത്രീമാരിലുമാണ്. അപ്പോൾ നമുക്കതിനകത്ത് മനസ്സിലാക്കാവുന്നത് ഒരു 10% പ്രശ്നക്കാരുണ്ടായിരിക്കും. എല്ലാവരും നല്ലതാണെന്നൊന്നും പറയുന്നില്ല, കാരണം പലയിടത്തും നോക്കുമ്പം ഓരോരോ വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നവർ അതിനനുസരിച്ച് ജീവിക്കുന്നില്ല, പ്രസംഗിക്കാത്തവർ അതിനനുസരിച്ച് ജീവിക്കുന്നുമുണ്ട്. ഇനി കേരളം വിട്ട് വടക്കേ ഇന്ത്യയിലോട്ട്, നമ്മൾ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, അത് തമിഴ്നാട്ടിലോട്ടാണെങ്കിലും കർണാടകത്തിലോട്ടാണെങ്കിലും അങ്ങോട്ട് പോകുമ്പം ജാതികൾ കണ്ടമാനമാണ്. ഓരോ നാട്ടിലും കൂടുതൽ ജാതികളാണ്. അതെല്ലാം ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ജാതികളാണ്, കൂടുതൽ ജാതികളാണ്. ഗ്രാമങ്ങളിലോട്ട് പോയി കഴിയുമ്പം ഇതിനകത്ത് പരമദരിദ്രരായ ആളുകളുമുണ്ട്. പണമുള്ളവൻ കോടാനുകോടീശ്വരൻ, ദരിദ്രൻ പരമദരിദ്രൻ. ഈ പരമദരിദ്രന് പണിയില്ല, പണിയുണ്ടെ കൂലിയും കിട്ടുകയില്ല. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെയൊക്കെ പണിതാൽ പോലും നിസാര കൂലിയേ കിട്ടുള്ളൂ. കൂലി ചോദിച്ചാൽ അടിയും കിട്ടും, കണക്ക് പറഞ്ഞ് ചോദിക്കാനും അറിയത്തില്ല. ജീവിത സാഹചര്യങ്ങളില്ല, ഭക്ഷണമില്ല, വിദ്യാഭ്യാസമില്ല, ആരോഗ്യമില്ല. ഒരു സാഹചര്യവും ഇല്ലാത്ത മനുഷ്യരും ഇന്ത്യയുടെ കുഗ്രാമങ്ങളിലും ആദിവാസി മേഖലകളിലും ഉണ്ട്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു സ്നേഹവും ബഹുമാനവും ഒന്നും ലഭിക്കാത്ത സാധുക്കളായ ആളുകളുടെ അടുത്തേക്ക് ഈ മിഷൻ അച്ഛന്മാരും ഈ മിഷൻ കന്യാസ്ത്രീകളും ചെല്ലുമ്പോൾ ഈ ജനത്തിനോട് ഒരു സ്നേഹവും ഒരു സഹാനുഭൂതിയും ഒരു കരുണയൊക്കെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് ചിരിക്കാൻ പോലും, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാനോ, അല്ലെ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ, അവരുടെ ആവശ്യങ്ങളിൽ അവരോടൊപ്പം നിൽക്കാനോ ഒക്കെ തയ്യാറാകുന്നത് കൂടുതലും ഈ അച്ഛന്മാരും കന്യാസ്ത്രീമാരുമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഇവർ സ്വാഭാവികമായി അവരിലേക്ക് ചാരുന്നത് ഉണ്ടാവാം. ഒരു മനുഷ്യനോട് നമ്മൾ ഒരിടത്തും സ്നേഹവും സഹാനുഭൂതിയും കരുണയും ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു മനുഷ്യനോട് വേറൊരാൾ സഹകരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനിലേക്ക് ആളുകൾ ചെരിയും. അങ്ങനെ ചെരിയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, അപ്പോൾ അവരോട് ഹൃദയം തുറക്കും, അവരോട് ചോദിക്കും എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമോ. ഇപ്പം നമ്മൾ പറയുന്നത് പരമ ദരിദ്രരായ അവരെ ചെറിയ കൂലിക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ അതിനകത്തൊരു വിഷയമുള്ളത്, ഈ ചെറിയ കൂലി പോലും അവർക്കവിടെ കിട്ടാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അവരിങ്ങനെ പോരുന്നത്. എന്നാൽ അവരുടെ നാട്ടിൽ അവർക്ക് നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ ഈ അന്തം മതസംഘടനകൾ, മത തീവ്രവാദ സംഘടനകൾ അവരുടെ നാട്ടിൽ അവർക്ക് മാന്യമായ സൗകര്യ സാഹചര്യങ്ങൾ കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഇവർ ഈ ചെറിയ കൂലിക്ക് പോലും ഈ 200, 300, 400 രൂപയ്ക്കൊക്കെ ആദ്യമേ ഇങ്ങോട്ട് വരുന്നത്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് അവരുടെ പറയുന്ന കൂലി കിട്ടും, പിന്നെ ഭക്ഷണം കിട്ടും, താമസിക്കാൻ ഒന്നുമല്ലെങ്കിലും തണുക്കാതെ കിടക്കാനൊരു കെട്ടിടം കിട്ടും, തന്നെയുമല്ല ജോലി കുറഞ്ഞാലും ഒന്നും ശാരീരിക പീഡനമൊന്നും ഉണ്ടാകുന്നില്ല, പിന്നെ ചെറുതാണെങ്കിലും ആ കിട്ടുന്ന ശമ്പളം അവർക്ക് കിട്ടും. അങ്ങനെ ഒരു സുരക്ഷിതമായ സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഈ ആദിവാസി ഗോത്രത്തിലൊക്കെ പെട്ട ആളുകൾ ഈ മിഷൻ അച്ഛന്മാരുടെയും കന്യാസ്ത്രീമാരുടെയും കൂട്ടത്തിലൊക്കെ വരുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റും, ഈ കന്യാസ്ത്രീമാരെ സംബന്ധിച്ച് അവർ ആദിവാസി മേഖലകളിൽ പ്രവർത്തിക്കുന്നതായതുകൊണ്ടും അവരിൽ നിന്നുള്ള ഈ സ്നേഹവും സഹകരണവും സഹാനുഭൂതിയും കരുണയും ഒക്കെ കിട്ടിയ ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഇറങ്ങി വന്നെങ്കിൽ അതിനെ ഒരു മതപരിവർത്തനമായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല. കാരണം മതപരിവർത്തനത്തിന് തക്കവണ്ണമുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ഈ അച്ഛന്മാരും കന്യാസ്ത്രീമാരും 90% പറയാറില്ല. അത് ശരിക്കും പറയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലെന്നുള്ള സത്യം. അതിനെക്കുറിച്ച് അവർക്ക് അറിയാത്തതായതുകൊണ്ട് അവർക്കറിയാവുന്ന കാര്യം അവർ പറയും. അവരവിടെ ചെന്ന് രോഗികളെ ശുശ്രൂഷിക്കും, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കും, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ അവരെവിടെന്നെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊടുക്കും. ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ആ ജനത്തിന് എന്ന് പറഞ്ഞാൽ ഇവരാ ചെല്ലുന്ന ഈ മിഷൻ ഫീൽഡുകൾ എന്ന് ഇവർ വിളിക്കുന്ന ഈ ആദിവാസികളും ദരിദ്രരുമായ ആളുകളുള്ള സ്ഥലത്ത് സമൂലമായ ഉന്നമനം ഉണ്ടാക്കിയാൽ മാത്രമേ ഇത് തീരുള്ളൂ. അല്ലാതെ ഈ വഴി തടഞ്ഞാലും റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞാലും ഒന്നും തീരുകയില്ല.
കാരണം അത് നിയമപരമായി അത് നിൽക്കുകയല്ല. അത് ചെറിയ കോടതികളിലൊക്കെ കേസെടുത്ത് വെച്ചാലും കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് സത്യം എവിടെ ആയതുകൊണ്ട് ഇത് അവസാനം സുപ്രീം കോടതി വരെ പോയാൽ പോലും അവസാനം അത് നിരപരാധിത്വം തെളിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, ആ സിസ്റ്റർമാർ രണ്ടുപേരും, ആ സിസ്റ്റർമാരെന്നല്ല, ഇന്ത്യൻ മിഷൻ ഫീൽഡുകളിൽ നിൽക്കുന്ന 99% അച്ഛന്മാരും അതുപോലെ സിസ്റ്റർമാരും കന്യാസ്ത്രീമാരും ഒരു കാരണവശാലും അവർ നിർബന്ധിത മതപരിവർത്തനം ഒരിടത്തും ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. അവർ നിരപരാധികളാണ് എന്ന് തീർത്തും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.